Hi friends, Assalamualaikum. Welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. ഇതിൻ്റെ പാറ്റേണും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതിലെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ നമ്പർ J162 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ നീഡിൽ ത്രെഡ് ഒന്ന് കോർത്ത് ഇതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിലേതെങ്കിലും ഒരു പെറ്റലിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ നീഡിൽ നിന്ന് പൊക്കിയെടുക്കാം. ശേഷം നമ്മളിതാ ഈ ഒരു പെറ്റലിൻ്റെ താഴെന്ന് ഇതുപോലെ നീഡിൽ നിന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതാ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ നീഡിലിനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ ഒരു ത്രെഡ് ഒരു പ്രാവശ്യം ഒന്ന് ഇതിൽ ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെറ്റലിന് താഴെന്ന് ഇതുപോലെ നീഡിൽ നിന്ന് കുത്തിയിട്ട് മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് അപ്പുറത്തുനിന്ന് ഇതുപോലെ നീഡിൽ നിന്ന് കുത്തിയിട്ട് ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഈ നീഡിൽ നിന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ നീഡിലിനെ താഴെന്ന് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ചടുത്തായിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് അതിൻ്റെ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി വലിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ചിന് നമ്മൾ ഐലറ്റ് ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നോട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പെറ്റൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഈ ഒരു പെറ്റൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പെറ്റൽസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ത്രെഡ് കഴിയുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ മുകളിൽ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ശേഷം നമ്മൾ നീഡിലിൽ ത്രെഡ് കോർത്തിട്ട് വീണ്ടും നമ്മളിതാ ഈ ഒരു താഴേക്ക് കുത്തിയിറക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ നീഡിലിൽ നിന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് അവസാനത്തെ പെറ്റലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. അതിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടിട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ മുകളിലുള്ള ആ ഒരു ഫ്ലവറും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതിൽ രണ്ടാമത്തെ ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഫ്രഞ്ച് ത്രെഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നീഡിൽ ത്രെഡ് ഒന്ന് കോർത്തിട്ട് ഇതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നവർ പോയി കണ്ടു നോക്കട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിലുള്ള ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാ തണ്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നീഡിലൊന്ന് ത്രെഡ് കോർത്തിട്ട് ഇതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു തണ്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ അതിൽ തണ്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലുള്ള ലീഫുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള വലിയ ലീഫുകളൊക്കെ നമുക്ക് ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടും ചെറുതൊക്കെ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ലീഫും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയുണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.